ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് BHIC 101 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നിങ്ങളുടെ പേപ്പറിലെ യൂണിറ്റ് 7 ആണ് ഞങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 6 വരെ നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാരപ്പൻ സിവിലൈസേഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, ഇനിയുള്ളത് തേർഡ് ആണ്. അപ്പോൾ യൂണിറ്റ് 7 ഹാരപ്പൻ സിവിലൈസേഷൻ തേർഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. അപ്പം വൈകിപ്പിക്കണ്ട, അപ്പോൾ ക്ലാസ്സിലോട്ട് പോവാം. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഇന്നും 5 ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാരപ്പൻ സിവിലൈസേഷൻ എങ്ങനെയാ ഗ്രോത്ത് ചെയ്തത്, അത് എവിടം വരെ എത്തി നിർത്തി, നമ്മൾ ട്രേഡ് അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം പഠിച്ചു നിർത്തി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹാരപ്പൻ സിവിലൈസേഷന് ഡിക്ലൈൻ, നശിച്ചു തുടങ്ങുകയാണ് അല്ലെ. ഹാരപ്പൻ സിവിലൈസേഷൻ എന്തുകൊണ്ട് ഡിക്ലൈൻ ആയി, പിന്നെ അവിടെ ഉണ്ടായ ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ അവരുടെ കിട്ടിയ ആർക്കിയോളജിക്കൽ എവിഡൻസ്, പിന്നെ ഉള്ളത് ഹാരപ്പൻ സിവിലൈസേഷൻ ഡിസ്ക്രൈബ് ആവാൻ കാരണം, എന്തുകൊണ്ട് ഡിക്ലൈൻ ആവാനുള്ള കാരണങ്ങൾ. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ? എന്തുകൊണ്ടാണ് ഹാരപ്പൻ സിവിലൈസേഷൻ ഡിക്ലൈൻ ആകാനായിട്ടുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടായിരിക്കാം പരാജയപ്പെട്ടത്? ഒന്നാമത്തത് വാർ ആയിരുന്നു. വാർ എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധങ്ങൾ. പിന്നെ എന്താണ്? പെസ്ലൈൻ എന്ന് പറഞ്ഞാൽ മഹാമാരി. പിന്നെ ഫെമിനിൻ, ക്ഷാമം. എക്കണോമിക് കൊളാപ്സ്, സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസ്. പിന്നെ പോപ്പുലേഷൻ, അമിതമായിട്ടുള്ള ജനസംഖ്യ പെരുപ്പം. ഡിക്ലൈൻ ഓർ ഓവർഷൂട്ട്, അതായത് ധാരാളം ആൾക്കാർ എന്ത് ചെയ്തു, ചേക്കേറി വന്നു, മൈഗ്രേറ്റ് ചെയ്തു. പിന്നെ മാസ് മൈഗ്രേഷൻ, അതുപോലെ തന്നെ ചേഞ്ചസ് ഇൻ എൻവയോൺമെന്റ്, പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ. ഫ്ലഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വെള്ളപ്പൊക്കം. പിന്നെ പ്ലേഗ്, ഒരു പകർച്ചവ്യാധി പോലെ ഉണ്ടായ ഒരു ഡിസീസ്. പിന്നെ ഫോറിൻ ഇൻവേഷൻ, ആഭ്യന്തര കലാപങ്ങള്. ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. ഇങ്ങനെയുള്ള പിന്നെ എന്താണ്? ചേഞ്ചസ് ഇൻ ദ കോഴ്സ് ഇൻ ഇൻഡസ് റിവർ, കിഴക്കോട്ടുള്ള ഗതിയിലെ മാറ്റം. അതായത് നദി എങ്ങോട്ട് മാറി, ഗതി മാറി നദി ഒഴുകിയത് ഒക്കെ എന്തിന്റെ കാരണമായി മാറി? ഹാരപ്പൻ സിവിലൈസേഷൻ ഡിക്ലൈൻ ആകാനായിട്ട് തോന്നി. മനസ്സിലായോ? അപ്പൊ ഹാരപ്പൻ സിവിലൈസേഷൻ ഡിക്ലൈൻ ആണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഹാരപ്പൻ സിവിലൈസേഷൻ എന്തുകൊണ്ടാണ് ഡിക്ലൈൻ ആയത്, എന്തുകൊണ്ടാണ് അത് തകർച്ച പ്രാപിച്ചത് എന്ന് ചോദിച്ചാൽ എന്തൊക്കെ എഴുതാം? വാർ ഒരു കാരണമാണ്. യുദ്ധങ്ങള്, പിൽക്കാലത്തുണ്ടായ ധാരാളം യുദ്ധങ്ങൾ എന്തിലോട്ട് വഴിതെളിയിച്ചു? ഹാരപ്പൻ സിവിലൈസേഷൻ നശിക്കാനായിട്ട് കാരണമായി. മഹാമാരികള്, അത് എന്ന് വെച്ചാൽ ധാരാളം രോഗങ്ങളായാലും മറ്റു കാര്യങ്ങളൊന്നും, പകർച്ചവ്യാധികള്, ക്ഷാമങ്ങള്, പിന്നെ വെള്ളപ്പൊക്കം. അതുപോലെ തന്നെ എന്താണ്? ധാരാളം പേര് എന്ത് ചെയ്തു, മൈഗ്രേറ്റ് ചെയ്തു. ഓവറായിട്ടുള്ള ജനസംഖ്യ പെരുപ്പം, പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങള്, അതുപോലെ തന്നെ എന്താണ്? ബാക്കി ആഭ്യന്തര കലാപങ്ങൾ, ധാരാളം പേര് ഇവിടേക്ക് എന്ത് ചെയ്തു, ഇൻവേഷൻ നടത്തിയത്. പ്ലേഗ് എന്ന് പറയുമ്പോൾ ഒരു പകർച്ചവ്യാധി, നമ്മൾ ഇപ്പോഴത്തെ COVID-19 പോലെയുള്ള പ്ലേഗ്. പിന്നെ ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, കാടിനുണ്ടായിരുന്ന എല്ലാ ചെടികളെ ഒക്കെ എന്ത് നശിപ്പിച്ചത്. ഇതെല്ലാം എന്തിലോട്ട് വഴിതെളിയിച്ചു? ഹാരപ്പൻ സിവിലൈസേഷൻ ഡിക്ലൈൻ ആകാനായിട്ട് വഴിതെളിയിച്ചു. ഇത് ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷന്റെ ട്രാൻസ്മിഷൻ. എന്താണ് ട്രാൻസ്മിഷൻ എന്ന് ചോദിച്ചാൽ, ദ എൻഡ് ഓഫ് ദ സയൻസ് ഡിഡ് നോട്ട് മീൻ ദ എൻഡ് ഓഫ് ഹാരപ്പൻ ട്രഡീഷൻ. ഇറ്റ് എവിഡന്റ് ഓഫ് ഡിസ്കഷൻ ആർക്കിയോളജി സ്പീക്കിംഗ് ഓൺ ഹാരപ്പൻ കമ്മ്യൂണിറ്റീസ് മെർജ്ഡ് ഇൻ ദ സറൗണ്ടിങ് അഗ്രികൾച്ചർ ഗ്രൂപ്പ്സ്. ട്രാൻസ്മിഷൻ ആണ്. ഒരു ട്രാൻസിഷൻ പീരീഡ് എന്നൊക്കെ പറയുന്നത് പോലെ ഹാരപ്പൻ സിവിലൈസേഷന്റെ ട്രാൻസ്മിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അഗ്രികൾച്ചർ ഗ്രൂപ്പ്സ് ആയിട്ട് മാറി. അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? കാർഷിക ഗ്രൂപ്പുകളായിട്ട്, അല്ലെങ്കിൽ കാർഷികപരമായിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് ഇവ മാറുകയാണ്. ദ ഹാരപ്പൻ കമ്മ്യൂണിറ്റീസ് വിച്ച് കണ്ടിന്യൂഡ് ആഫ്റ്റർ ദ അർബൻ ഫേസ് വുഡ് ഹാവ് ഡെഫിനിറ്റ്ലി റിട്ടേൺ their older tradition. It is likely that the Harappan persons would retain their forms of worship. ഇവർ എന്ത് ചെയ്തു? ഒരു ഗ്രൂപ്പ്സ് ആയിട്ട് എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്യുകയും ഹരപ്പൻ പേഴ്സൺ വുഡ് റൈറ്റ് ദെയർ ഫോംസ് ഓഫ് വർഷിപ്പ്. ഹരപ്പനിൽ ഉണ്ടായിരുന്ന കർഷകർ കൃഷിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. കാരണം കൃഷി നല്ല രീതിയിൽ ഗ്രോത്തിങ് ചെയ്യാനൊക്കെ അവർ എന്ത് ചെയ്തു? ആരാധനകളും വഴിപാടുകളും യാഗങ്ങളും ഒക്കെ കഴിച്ചു. ദ പ്രീസ്റ്റ് ഓഫ് ദ ഹാരപ്പൻ അർബൻ സെന്റേഴ്സ് വെയർ ഹൈലി ഓർഗനൈസ്ഡ് ലിറ്റററി ട്രഡീഷൻ. ഇറ്റ് ലിറ്ററേസ് ആൻഡ് എൻറ്റർ ദ ഏരിയ ലൈക്ലി ടു ഹെർ പ്രസന്റ് റിലീജിയസ് പ്രാക്ടീസ്. മതപരമായ കാര്യങ്ങൾക്ക് ഇവർ പ്രാധാന്യം കൊടുത്തു.
മതപരമായ കാര്യങ്ങൾക്ക് ഇവർ പ്രാധാന്യം കൊടുക്കുകയുണ്ടായി. ദ ഡൊമിനന്റ് കമ്മ്യൂണിറ്റി ആൻഡ് സബ്സിക്വന്റ് ഏർലി ഹിസ്റ്റോറിക് പീരീഡ് ഈസ് കാൾഡ് ഇറ്റ്സെൽഫ് ദ ആര്യൻസ്. ഇവരെ വിളിച്ച പേരെന്താണ്? ആര്യൻസ് എന്നാണ് വിളിച്ചത്. എന്ത് പേരെന്ന് അറിയപ്പെട്ടു? ആര്യൻസ്. Possibly the priestly group of the Harappan merged to ruling group of Aryans. This would provide a effective channel of transmission of the Harappan tradition. അപ്പോൾ ഹാരപ്പൻ ട്രഡീഷന്റെ കാര്യം നമ്മൾ പഠിക്കുവാണെങ്കിൽ എന്തൊക്കെയാണ് ഹാരപ്പൻ ട്രഡീഷൻ? ഒരു ട്രാൻസ്മിഷൻ പീരീഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഹാരപ്പൻ ട്രഡീഷൻ എങ്ങനെയായിരുന്നു? ഒരു ട്രാൻസ്മിഷൻ പീരീഡ് ആയിരുന്നു. ഒരു മൈഗ്രേറ്റ് ചെയ്ത് വന്നതാണെന്ന് പറഞ്ഞു. മൈഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുടിയേറി പാർക്ക്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ച ധാരാളം പേര് എന്ത് ചെയ്തു? കുടിയേറി പാർത്തു. കുടിയേറി പാർത്തപ്പോ ജനസംഖ്യ എന്ത് ചെയ്തു? ഇൻക്രീസ് ആവോ ഡിക്രീസ് ആവോ? ഓട്ടോമാറ്റിക്കലി എന്താവും? ഇൻക്രീസ് ആവുകയാണ് അല്ലെ? ഒരുപാട് ജനസംഖ്യ എന്ത് ചെയ്തു? പെരുപ്പം സംഭവിക്കുകയും ഹാരപ്പൻ സിവിലൈസേഷൻ എന്ത് ചെയ്തു? ധാരാളം പേർ എന്ത് ചെയ്തു? വരികയുണ്ടായി. അപ്പൊ പിന്നെ റിസോഴ്സസ് എന്ത് ചെയ്യാതെ വന്നു? തികയാതായിട്ട് വന്നു. ധാരാളം റിസോഴ്സസ് എന്ത് ചെയ്തു? തികയാതെ വന്നു. ദെയർ പ്രിസർവ്ഡ് ദെയർ റിലീജിയസ് പ്രാക്ടീസ്. റിലീജിയസ് പ്രാക്ടീസ് എന്ന് എന്താണ്? മതപരമായ വിശ്വാസങ്ങളും പിന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്തുകയുണ്ടായി. ഇവരെ വിളിച്ചിരുന്ന പേരെന്താണ്? ആര്യന്മാരെന്ന് അറിയപ്പെട്ടു. എന്ത് പേരിൽ അറിയപ്പെട്ടു? ആര്യൻസ് എന്ന് എന്ത് ചെയ്തു? അറിയപ്പെട്ടു. ഓക്കെ, ഇതാണ് ഹാരപ്പൻ പീരീഡിന്റെ ട്രാൻസ്മിഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ? ആർക്കിയോളജിക്കൽ എവിഡൻസ്. ഹാരപ്പൻ സിവിലൈസേഷൻ ആർക്കിയോളജിക്കൽ പരമായിട്ട് എങ്ങനെയാണ് ഡിക്ലൈൻ? എന്തുകൊണ്ടാണ്? സിറ്റീസ് ആൻഡ് ഹരപ്പ മോഹൻജോദാരോ കാളിബംഗ നമ്മൾ നേരത്തെ പഠിച്ചു. കുറച്ച് സിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒരു 5 സിറ്റീസ് ഇങ്ങനെ പഠിച്ചു വെക്കാം. ഹരപ്പ, മോഹൻജോദാരോ, ചാൻഹുദാരോ, കാളിബംഗൽ, ധോളവര, അങ്ങനെ 5എണ്ണമെങ്കിലും പഠിച്ചു വെക്കാം. സിറ്റീസ് ആൻഡ് ഹാരപ്പൻ മോഹൻജോദാരോ കാളിബംഗ എക്സ്പീരിയൻസ് ഗ്രാജുവൽ ഡിക്കേ. ക്രമേണ എന്ത് ചെയ്യാൻ തുടങ്ങി? ഡിക്ലൈൻ ആവാൻ തുടങ്ങി. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നാശം സംഭവിക്കാനായിട്ട് തുടങ്ങി. ദ അർബൻ പ്ലാനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ അല്ലെ? അർബൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഗരാസൂത്രണം വന്നപ്പോ അല്ലെ? നഗരാസൂത്രണവും കൺസ്ട്രക്ഷനും വന്നപ്പോ ക്രമേണ എന്ത് ചെയ്തു? ഡിക്ലൈൻ ആവാനായിട്ട് തുടങ്ങി. കാരണം പിന്നെ വന്ന കൃഷിയൊക്കെ എന്ത് ചെയ്തു? തഴയപ്പെട്ടു അല്ലെ? അർബനൈസേഷൻ ആണ്, നഗരവൽക്കരണമാണ്. അപ്പൊ കൃഷിക്കൊക്കെ പ്രാധാന്യം കൊടുക്കോ? ഇല്ല, വ്യവസായത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ കൃഷി നശിച്ചപ്പോൾ തന്നെ എന്തും തകർന്നു. ഹാരപ്പൻ സിവിലൈസേഷനും ഒരു പരിധി വരെ എന്ത് ചെയ്തു? തകരാനായിട്ട് തുടങ്ങി. ഹൗസ് മെയ്ഡ് ഓഫ് ഓൾഡ് ഡിസപ്ഡ് ബ്രിക്സ് ആൻഡ് ഷോർട്ട്ലി കൺസ്ട്രക്ഷൻ ഇൻഹൻസ് റോഡ്സ് ആൻഡ് സ്ട്രീറ്റ്സ് ആൻഡ് ടൗൺ. ഹൗസ് ഒക്കെ എങ്ങനെയാ ചെയ്തത്? പഴയ കല്ലുകൾ കൊണ്ട് അല്ലെ? പഴയ ചുടുകട്ടകൾ, ഇഷ്ടികകൾ കൊണ്ട് എന്ത് ചെയ്തു? നിർമ്മിക്കുകയും അതുപോലെ തന്നെ സ്ട്രീറ്റ്, തെരുവുകളൊക്കെ അങ്ങനെ നിർമ്മിക്കുകയൊക്കെ ഉണ്ടായി. ഓക്കെ, അക്കോർഡിംഗ് ടു ഡിക്ലൈൻ ഹാരപ്പൻ കൾച്ചേഴ്സ് വാസ് കോസ്ഡ് ബൈ ഫ്ലഡിംഗ് റോഡ്. അപ്പോൾ തന്നെ എന്ത് ചെയ്തു? വെള്ളപ്പൊക്കം അല്ലെ? വെള്ളപ്പൊക്കങ്ങൾ വന്നപ്പോഴും അതുപോലെ തന്നെ എന്താണ്? പ്രളയങ്ങൾ വന്നപ്പോഴും ഇവയെല്ലാം എന്ത് ചെയ്തു? നശിച്ചു. ദ പീരീഡ് ഓഫ് ഡിക്ലൈൻ ക്യാൻ ആൾസോ റിലേറ്റഡ് ടു മൈഗ്രേഷൻ ആര്യൻ പീപ്പിൾ ഫ്രം ദ നോർത്ത് വിച്ച് ടൂക്ക് പ്ലേസ് അറൌണ്ട് ദ സെയിം പീരീഡ്. ദ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ആർക്കിടെക്ചർ മോഹൻജോദാരോ ഷോസ് മെനി എൻഡേഴ്സ് പോയിന്റ്സ് ഓഫ് ഗ്രേറ്റ് ബാത്ത് വെയർ ബ്ലോക്ക്ഡ്. അതേ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഗ്രേറ്റ് ബാത്ത്. ഇവർക്ക് എന്തുണ്ട്? മഹാസ്നാനഘട്ടം അല്ലെങ്കിൽ വലിയൊരു കുളിപ്പുര ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വലിയ കുളിപ്പുരമൊക്കെ എന്ത് ചെയ്തു? ബ്ലോക്ക് ചെയ്യപ്പെട്ടു. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നശിച്ചു. അപ്പം നിങ്ങൾ നോക്കുക, ഒരു പരിധി വരെ കെട്ടിപ്പൊക്കിയ ഒരു സിവിലൈസേഷൻ ആയിരുന്നു എന്ത് ചെയ്യുകയാണ്? നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നശിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞത്? എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം അർബനൈസേഷൻ തന്നെയാണ്, നഗരവൽക്കരണം ചെയ്ത് വന്നപ്പോ എന്താണ്? കുറച്ചുകൂടെ വ്യവസായവൽക്കരണമൊക്കെ കയറി വന്നപ്പോൾ അഗ്രികൾച്ചർ എന്ത് ചെയ്തു? തഴയാനായിട്ട് തുടങ്ങി. കൃഷിക്ക് എന്ത് ചെയ്തു? വളരെ പ്രാധാന്യമൊന്നും ആരും തന്നെ കൊടുത്തില്ല. ഓക്കെ, പിന്നെ മഹാസ്നാനഘട്ടമൊക്കെ എന്ത് ചെയ്തു? ബ്ലോക്ക് ചെയ്തു. പിന്നെ ഗ്രേറ്റ് ഗ്രാനറി ഫെലിനർ ഡിസ്യൂസ്, ടോട്ടൽ ഡിസ്യൂസ്, പ്രോസസ് ഓൺ ഡിക്ലൈൻ എവിഡൻസ് ആൻഡ് ആൾസോ കാളിബംഗൻ ആൻഡ് ചാൻഹുദാരോ. ഫസ്റ്റ് ആയിട്ട് എന്താണ്? ഒരു നാശം സംഭവിച്ച സ്ഥലങ്ങളാണ് കാളിബംഗാനും ചാൻഹുദാരോ. പീപ്പിൾ മൈറ്റ് ഹാവ് മൈഗ്രേറ്റ് ടുവേർഡ്സ് സൗത്തേൺ ആൻഡ് ഈസ്റ്റേൺ ഡയറക്ഷൻ. ഇതെല്ലാം കൊണ്ടും ഇവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്തു? മൈഗ്രേറ്റ് ചെയ്യുകയാണ്. മൈഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുടിയേറി പാർത്തു. എവിടേക്ക് പോയി? സൗത്തേണിൽ നിന്ന് എവിടേക്ക് പോയി? ഈസ്റ്റേണിലോട്ട് പോയി. എവിടേക്ക് പോയി? സൗത്തിൽ നിന്ന് എവിടേക്ക് പോയി? ഈസ്റ്റേണിലോട്ട് അവർ എന്ത് ചെയ്തു? കുടിയേറി പാർക്കുകയുണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? സൗത്തിൽ നിന്ന് എവിടേക്ക് പോയി? കിഴക്കോട്ട് അവർ എന്ത് ചെയ്തു? പോവുക ഉണ്ടായി. അപ്പൊ ഒന്നുകൂടെ ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്, ആർക്കിയോളജിക്കൽ എവിഡൻസ് ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? സിറ്റീസ് ലൈക്ക് ഹാരപ്പ, മോഹൻജോദാരോ, കാളിബംഗൻ എക്സ്പീരിയൻസ് ഗ്രാജുവൽ ഡിക്ലൈൻ ഇൻ അർബൻ പ്ലാനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ. ഓക്കെ, ക്രമേണ എന്ത് ചെയ്തു? കൃഷി കാരണം എന്ത് ചെയ്യാൻ തുടങ്ങി? നശിക്കാനായിട്ട് തുടങ്ങി. ഹൗസസ് മെയ്ഡ് ഓഫ് ഓൾഡ് ബ്രിക്സ് ആൻഡ് ഷോർട്ട്ലി കൺസ്ട്രക്ഷൻ കോൺസെൻട്രേറ്റ് റോഡ്സ് ആൻഡ് സ്ട്രീറ്റ് അല്ലെ? ക്രമേണ എന്ത് ചെയ്യാൻ തുടങ്ങി? ഹൗസസ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? നശിക്കാനായിട്ട് തുടങ്ങി. കാരണം ബ്രിക്കുകൾ അല്ലെ? ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുടുകട്ടകൾ കൊണ്ട് നിർമ്മിച്ചതൊക്കെ ആയിരുന്നു. പ്രളയങ്ങളെല്ലാം വന്നു, മഹാമാരി വന്നു. പിന്നെ എന്താണ്? നമ്മൾ പഠിച്ചു ഫ്ലഡ് ഒക്കെ വന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ഇവയെല്ലാം നശിച്ചു.
ഇതെല്ലാം നശിച്ചപ്പോൾ സൗത്തിൽ നിന്ന് ജനങ്ങളെല്ലാം എവിടേക്ക് പോയി? ഈസ്റ്റിലോട്ട്, അല്ലെ? ഈസ്റ്റിലോട്ട് എന്ത് ചെയ്തു? കുടിയേറി പാർക്കുക ഉണ്ടായി. ഗ്രേറ്റ് ബാത്ത് ഒക്കെ എന്ത് ചെയ്തു? ബ്ലോക്ക് ചെയ്യപ്പെട്ടു. മഹാസ്നാനഘട്ടമൊക്കെ എന്ത് ചെയ്തു? ബ്ലോക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ ഒരു നല്ലൊരു സിവിലൈസേഷൻ ആയിരുന്നു. അത് എന്ത് ചെയ്യാൻ തുടങ്ങി? ക്രമേണ എന്ത് ചെയ്തു? നാശത്തിന്റെ വക്കിലോട്ട് പോവുകയുണ്ടായി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കസ് അബൌട്ട് 50 വേർഡ്സ് എവിഡൻസ് ഓൺ അഗെയിൻസ്റ്റ് ദ തിയറി ഓഫ് ബാർബേറിയൻ ഇൻവേഷൻസ് ആൻഡ് ഡിസ്ട്രോയ്ഡ് ഹാരപ്പ. ഒരു ബാർബേറിയൻ സിവിലൈസേഷൻ ഇങ്ങോട്ടേക്ക് കടന്നു വരും. ഒരു സിവിലൈസേഷൻ വരുമ്പോൾ മറ്റൊരു സിവിലൈസേഷൻ എന്ത് ചെയ്യും? തകരും. അതുപോലെ ബാർബേറിയൻ ഇൻവേഷൻസ്, ബാർബേറിയൻ എന്താണ്? ബാർബേറിയൻ ആക്രമണങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ തകരുകയാണ് ഉണ്ടായത്. ദ തിയറി ഓഫ് ബാർബേറിയൻ ഇൻവേഷൻസ് ഡിസ്ട്രോയ്ഡ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഈസ് നോട്ട് വൈഡ്ലി അക്സെപ്റ്റഡ് സ്കോളേഴ്സ്. The prevailing belief Harappan civilization declared about environmental factors such as climate change, deforestation. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കാലാവസ്ഥയിൽ ഉണ്ടായ മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാണ് വനനശീകരണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോ എന്ത് ചെയ്തു? നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ നശിക്കുകയുണ്ടായി. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. It is pointed about the phases of occupation മോഹൻജോദാരോ where the evidence and mask human skeletons പല സ്ഥലങ്ങളിൽ നിന്ന്, അല്ലെ, സ്ഥലങ്ങളുടെ തെരുവുകളിൽ നിന്ന് മനുഷ്യന്റെ എന്ത് കണ്ടെത്തി എന്നാണ് പറയുന്നത്? ഹ്യൂമന്റെ സ്കെൽറ്റോൺ, അസ്ഥികൂടങ്ങൾ എന്ത് ചെയ്തു? കണ്ടെത്തി എന്നാണ്. കാരണം അവിടെ എന്ത് സംഭവിച്ചു? വളരെയധികം ക്ഷാമം പിടിപെട്ടു. ക്ഷാമം, അതുപോലെ തന്നെ എന്താണ്, പട്ടിണിയും സ്റ്റാർവേഷനൊക്കെ ഉണ്ടായ സമയത്ത് ജനങ്ങൾ എന്തില്ലാതെ കഴിഞ്ഞു? ആഹാരമില്ലാതെ കഴിയുകയുണ്ടായി. ആഹാരമില്ലാതെ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുകയുണ്ടായി? ഇവർക്ക് മരണം സംഭവിച്ചു. ഇവരുടെ തെരുവോരങ്ങളിൽ ഇവരുടെ ജഡങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ എന്താണ് സ്കെൽറ്റൺ, ഹ്യൂമൻ സ്കെൽറ്റേഴ്സ് എന്ത് ചെയ്തു? പല സ്ഥലങ്ങളിൽ നിന്ന്, സ്ട്രീറ്റിൽ നിന്ന് കണ്ടെത്തുക ഉണ്ടായി. മനസ്സിലായോ? പിന്നെ റിഗ്വേഡ് ആൻഡ് ടൈം അഗെയിൻ റിഫേഴ്സ് പോർഷൻ ദാസ് ആൻഡ് ദാസീസ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ എന്താണ്? ബാർബേറിയൻ ഇൻവേഷൻ വന്നപ്പോൾ, ബാർബേറിയൻ ആക്രമണങ്ങൾ വന്നപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ത് ചെയ്തു? തകർന്നു എന്ന് ഒരു വിഭാഗക്കാർ പറയുന്നുണ്ട്. ഒരു വിഭാഗക്കാർ എന്ത് ചെയ്തു? അതിനെ തടസ്സം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇനിയുള്ളത് ഹരപ്പൻ സിവിലൈസേഷൻ ബിലീഫ് സിസ്റ്റം. ബിലീഫ് സിസ്റ്റം എന്ന് എന്താണ്? മതപരമായ കാര്യങ്ങൾ. ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ എക്സിക്യൂട്ടഡ് റേഞ്ച് ഓഫ് നാച്ചുറൽ വർഷിപ്പ്, ഫെർട്ടിലിറ്റി ആൻഡ് കൾച്ചർ, റിവെഞ്ചൻ ഫോർ അനിമൽസ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇവർ എന്താ ചെയ്തത്? അനിമൽസിനെയൊക്കെ എന്ത് ചെയ്തു? ആരാധിച്ചിട്ടുണ്ടായിരുന്നു. ഏർലി ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ വർക്ക് ആൻഡ് ഏരിയ സെറ്റ് ട്രെൻഡ് ആൻഡ് ഹിന്ദു ഇന്റർപ്രിട്ടേഷൻ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഫ്രം ദ ഹാരപ്പൻ സൈറ്റ് വാസ് നോൺ ജോൺ മാർഷൽ, who is 1931 identified following prominent features on Indus religion. ഇവിടെ പറഞ്ഞു എന്താണ്? ഗ്രേറ്റ് മെയിൽ ആൻഡ് ഗോഡ് ആൻഡ് മദർ ഗോഡസ്, അല്ലെ, മാതൃദേവതകളെയും അതുപോലെ തന്നെ അവരുടെ ദൈവങ്ങളെ എന്ത് ചെയ്തു? ആരാധിച്ചിരുന്നു. പിന്നെ റെപ്രസെന്റേഷൻ ഫാലൂസൻ, ലിംഗ, അല്ലെ, ലിംഗ എന്നും അതുപോലെ തന്നെ വൂൾവ, യൂനി വാസ് യൂസ് ബാത്ത് ആൻഡ് വാട്ടർ റിലീജിയസ് പ്രാക്ടീസ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സെക്ഷൽ ഓർഗൻസിനെ കുറിച്ചും എന്ത് ചെയ്തു? അവര് ആരാധനകൾ നടത്തി. അതായത് ലിംഗാരാധന, ഇങ്ങനെയുള്ള സെക്ഷൽ ഓർഗൻസിനെ എന്ത് ചെയ്തു? ആരാധന നടത്തുകയുണ്ടായി. there was a religious concept and cults and ritual. ഇതൊക്കെ അവരുടെ വിശ്വാസപരമായ ആചാരങ്ങളായിരുന്നു. നമുക്കതിനെ ചോദ്യം ചെയ്യാനോ വ്രണപ്പെടുത്താനോ കഴിയോ? അവരുടെ വിശ്വാസമായിരുന്നു ഇങ്ങനെയുള്ള ആരാധനകൾക്ക്. പിന്നെ ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ മഴ, മഞ്ഞ്, അല്ലെ, ശീതകാലം, ഉഷ്ണകാലം, അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? അവർ ആരാധിച്ചിരുന്നു. ഓക്കെ, അവരുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയിലുള്ള കാര്യങ്ങൾ വീക്ഷിക്കുകയായിരുന്നു. പ്രകൃതിയിലുള്ള ശക്തികൾ എന്ത് ചെയ്തു? അവർ മാക്സിമം എന്ത് ചെയ്തു? ഇഷ്ടപ്പെടുകയും അതിനെ ആരാധിക്കുകയും ചെയ്തിരുന്നു. പിന്നെ സം ഫീച്ചേഴ്സ് ഓഫ് ദ ഹാരപ്പൻ റിലീജിയസ് എന്ന് വർഷിപ്പ് ഓഫ് മദർ ഗോഡസ്. മദർ ഗോഡസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? മാതൃദേവത എന്ത് ചെയ്തു? ആരാധിച്ചിരുന്നു. പിന്നെ വർഷിപ്പ് ഓഫ് മെയിൽ ഡേറ്റി, അല്ലെ, മനുഷ്യന്റെ അല്ലെങ്കിൽ എന്താണ് ഹ്യൂമൻ ബീയിലെ മെയിൽസിന്റെ ഓർഗൻസിനെ എന്ത് ചെയ്തു? ആരാധിച്ചു. വർഷിപ്പ് ഓഫ് അനിമൽസ് ആൻഡ് ട്രീസ്, അനിമൽസിനെയും ട്രീയെ എന്ത് ചെയ്തു? ആരാധിച്ചിരുന്നു. ലോർഡ് ശിവഭഗവാനെയും ആരാധിച്ചിരുന്നു. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറഞ്ഞത്. അപ്പം ഈ ഒരു ചാപ്റ്റർ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും ഇതെല്ലാം ഒരുപോലെ ഇരിക്കുന്നുണ്ടല്ലോ എന്നൊരു സംശയം തോന്നും. ഒരുപോലെ ഇരിക്കുന്നതല്ല, ഒരുപോലത്തെ കാര്യങ്ങളുടെ കണ്ടിന്യൂഷനാണ്. അതായത് നേരത്തെ പഠിച്ചു വന്നപ്പോൾ ഹരപ്പൻ സിവിലൈസേഷൻ എങ്ങനെയാണ് ഒറിജിൻ ചെയ്തത്, അതിന്റെ സൈറ്റ്സ് ആണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചത്. രണ്ടാമത്തെ ചാപ്റ്ററിൽ എങ്ങനെയൊക്കെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പഠിച്ചു. മൂന്നാമത്തെ ചാപ്റ്ററിൽ എങ്ങനെയാണ് അത് എങ്ങനെയൊക്കെയാണ് തകർന്നതെന്ന് പഠിച്ചു. അപ്പൊ മൂന്നും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. പക്ഷെ ഒന്നിന്റെ ഒന്ന് തുടർച്ചയായിട്ടാണ് ഈ ഒരു പാഠങ്ങൾ മൂന്നും പോകുന്നത്. അപ്പൊ ഇതോടെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലോക്കിലുള്ള ബ്ലോക്ക് 2 നമുക്ക് തീരുകയാണ്. അടുത്ത് നമുക്ക് വേറൊരു വേദിക് പീരീഡ് ആണ് അടുത്തൊരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ എല്ലായിടത്തും ഒരുപോലെയുള്ള കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നും, സ്വാഭാവികമാണ്.
കാരണം എന്താണ്, എല്ലായിടവും എങ്ങനെയൊക്കെയാണ് അവരുടെ മതപരമായ കാര്യങ്ങൾ, അവരുടെ വിശ്വാസം എങ്ങനെയാണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, അവരുടെ എന്താണ് അഗ്രികൾച്ചർ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പഠിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എഴുതാൻ കഴിയും. അത്രയും സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഡെഫിനിഷൻ കാര്യങ്ങളുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, ജോൺ മാർഷൽ, അതുപോലെ തന്നെ നിയോയുടെ ഗോൾഡൻ ചൈൽഡൊക്കെ, അത് ജസ്റ്റ് ഒന്ന് വായിക്കാം. അല്ലാതെ ഇതിനകത്തുനിന്ന് ചോദിക്കുന്നത് മെയിൻ ആയിട്ട് എന്താണ് ബിലീവ് സിസ്റ്റം എന്ന് ചോദിക്കാം. എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളാണ് ബിലീവ് സിസ്റ്റം. അതുപോലെ തന്നെ അവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഗ്രേറ്റ് ബാത്ത്, ഗ്രാനറി, ഇതെല്ലാം എക്സാമിന് ചോദിക്കുന്നുണ്ട്. മുത്തു നിർമ്മാണത്തിന് പ്രാധാന്യം സൃഷ്ടിച്ച സ്ഥലം ചാൻപുദാരോ. അതുപോലെ തന്നെയാണ് എങ്ങനെയൊക്കെയാണ് തകർന്നത്, എങ്ങനെയൊക്കെയാണ് ഡിക്ലൈൻ ആകെ എന്ന് ചോദിച്ച് എങ്ങനെ എഴുതും? വാറാണല്ലേ, യുദ്ധമാണ്. യുദ്ധം കൊണ്ട് എന്ത് ചെയ്തു? ഒരു പരിധി വരെ യുദ്ധം കൊണ്ട് എന്ത് ചെയ്തു? രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര യുദ്ധത്തിന്റെ ഇടയിൽ ഹാരപ്പൻ സിവിലൈസേഷൻ തകർന്നു. ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? തകർന്നു. പിന്നെ എന്താണ്? മഹാമാരികള്, പിന്നെ പ്രളയം, അല്ലെ, പിന്നെ പകർച്ചവ്യാധികള്, പ്ലേഗ് പോലെയുള്ള, അല്ലെ, പ്ലേഗ് പടർന്നു പിടിക്കുകയാണ്, പ്ലേഗ് പോലെയുള്ള കാര്യങ്ങള്. പിന്നെ എന്താണ്? എൻവിറോൺമെന്റ്, പ്രകൃതിയിലുണ്ടായ എന്താണ് മാറ്റങ്ങള്, ഫോറിൻ ഇൻവേഷൻസ്, കടന്നുകയറ്റങ്ങൾ, നമ്മൾ ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ, ബാർബേറിയൻ ഇൻവേഷൻസ്, അതുപോലെയുള്ള ആക്രമണങ്ങൾ. പിന്നെ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുടിയേറ്റ പ്രവർത്തനങ്ങൾ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആൾക്കാർ എന്ത് ചെയ്തുകൊണ്ട് വരുന്നു? കുടിയേറി വരികയാണ്. ചേഞ്ചസ് ഇൻ ദ കോഴ്സ് ഓൺ ഇൻഡസ് റിവർ, എവിടെ നിന്ന്? കിഴക്കോട്ട് എന്ത് ചെയ്തു? ഗതി എന്ത് ചെയ്തു? മാറി ഒഴുകുകയാണ്, അല്ലെ? സിന്ധു നദി എവിടേക്ക് പോയി? കിഴക്കോട്ട് ഗതി മാറി ഒഴുകുകയാണ്. അപ്പൊ അങ്ങനെ പോയപ്പോൾ കൃഷിയുടെ ചെയ്യാനുള്ള അവർക്ക് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. കൃഷിയൊന്നും ചെയ്യാനായിട്ട് കഴിയാതെ വന്നു. അവരുടെ ആശ്രയമേ എന്തായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു. അതിന് തടസ്സം സൃഷ്ടിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വഴി എന്ത് സംഭവിക്കുകയുണ്ടായി? നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ ഡിക്ലൈൻ ആവുകയാണ് ഉണ്ടായത്. ഇനി നമ്മൾ പഠിച്ചു ട്രാൻസ്മിഷൻ ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷന്റെ ഒരു ഒരു മാറ്റം തന്നെയാണ്, അല്ലെ? വന്നത് ഒരു ആര്യൻസ് എന്ന് പറഞ്ഞു, പിന്നെ മെർജ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. ഹാരപ്പൻ സിവിലൈസേഷൻ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കി. മൂന്നാമത്തേതിൽ എങ്ങനെയൊക്കെയാണ് അവരുടെ ആർക്കിയോളജിക്കൽ എവിഡൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹൗസ് ഒക്കെ മെയ്ഡ് ചെയ്തത് എങ്ങനെയാണ്? ഒറ്റ മുറിയുള്ള വീടുകളും ഉണ്ടായിരുന്നു, 2 മുറികളുള്ളതും, അതുപോലെ തന്നെ ധാരാളം മുറികളുള്ള വീടുകൾ ഉണ്ടായിരുന്നു. എല്ലാ വീടുകളിലും ബാത്തിങ് സിസ്റ്റം ഉണ്ടായിരുന്നു. എല്ലാ വീടുകളിലും എങ്ങനെയായിരുന്നു? ഹൈജീൻ ആയിരുന്നു, ശുചിത്വ ബോധമുള്ളവരായിരുന്നു എന്നാണ് പറയുന്നത്. ഹാരപ്പൻ ജനത എങ്ങനെയായിരുന്നു? വൃത്തിയുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നു. പിന്നെ ഗ്രേറ്റ് ബാത്ത്, മഹാസ്നാനഘട്ടം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. മഹാസ്നാനഘട്ടമാണ് ഗ്രേറ്റ് ബാത്ത്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് എന്തായിരുന്നു? ഗ്രാനറി, അത് നമ്മൾ നോക്കി. ധാന്യപ്പുര, അല്ലെ? ഇത് കുറെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ എന്താണ്? ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. എവിടേക്ക് പോയി? സൗത്തിൽ നിന്ന് ഈസ്റ്റിലോട്ട്, അല്ലെ? സൗത്തിൽ നിന്ന് എവിടേക്ക് പോയി? ഈസ്റ്റ്, കിഴക്കിലോട്ട് എന്ത് ചെയ്തു? അവര് ഡയറക്ഷൻ ചെയ്തു, മാറിപ്പോവുകയുണ്ടായി. ബാർബേറിയൻ ഇൻവേഷൻ നമ്മൾ നോക്കി. ബാർബേറിയൻ ഇൻവേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ധാരാളം ആക്രമണങ്ങൾ, വൈദേശിക ആക്രമണങ്ങൾ ഹാരപ്പൻ സിവിലൈസേഷൻ നേരിടേണ്ടതായിട്ട് വന്നു. അങ്ങനെയും എന്ത് ചെയ്തു? ഡിക്ലൈൻ ആവാൻ തുടങ്ങി ഹാരപ്പൻ സിവിലൈസേഷൻ. അങ്ങനെ എന്ത് ചെയ്തു? തകർച്ച നേരിട്ടു. ഓക്കെ. പിന്നെ പറഞ്ഞു എന്താണ് ബിലീവ് സിസ്റ്റം. ഒരു വെർഷിപ്പ് സെന്ററോ ഒരു വെർഷിപ്പ് ആയിട്ടുള്ള ഒരു ആരാധന ആലയമോ ഒന്നും തന്നെ അവർക്കില്ല. അവരെങ്ങനെയാ ജീവിച്ചിരുന്നത്? അവർക്ക് അതിനെക്കുറിച്ച് ഒരു അറിവോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവർ പക്ഷെ ആരാധന ആലയം ഇല്ലാതിരുന്നിട്ട് കൂടെ മതപരമായ കാര്യങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുക്കുകയും മദർ ഗോഡസിന് പ്രാധാന്യം കൊടുത്തു, അല്ലെ? മാതൃദേവതയാണ് ആരാധിച്ചിരുന്നത്. അതുപോലെ തന്നെ പുരുഷന്റെ, അതുപോലെ തന്നെ നമ്മുടെ ആരെയൊക്കെയാണ്? മെയിലിന്റെയും അതുപോലെ തന്നെ ഫീമെയിലിന്റെയും സെക്ഷൽ ഓർഗൻസിനെ കുറിച്ച് എന്ത് ചെയ്തു? അവർ ആരാധിക്കുകയുണ്ടായി. ലോർഡ് ശിവ എന്ന് പറയുമ്പോൾ ആരായിരുന്നു? ശിവഭഗവാനെ ആരാധിച്ചു, അനിമൽസിനെ ആരാധിച്ചു, ട്രീയെ ആരാധിച്ചു. ഇതെല്ലാം വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നാണ് പറയുന്നത്. വെർഷിപ്പ് ചെയ്തു, നാച്ചുറിനെ വെർഷിപ്പ് ചെയ്തു, അനിമൽസിനെ എന്ത് ചെയ്തു? ആരാധിച്ചിരുന്നു. ഇവിടെ പറയുന്നുണ്ട് ലിംഗാരാധന, സ്റ്റോണിനെ ആരാധിച്ചിരുന്നു, കല്ലുകളെ ആരാധിച്ചു. ഇതെല്ലാം ബിലീവ് സിസ്റ്റത്തിനകത്ത് ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയുമാണ് ഈ പാഠത്തിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ. അപ്പൊ നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് വായിക്കുക, അതുപോലെ തന്നെ ടെക്സ്റ്റ് വായിക്കുക. ലെക്ചർ നോട്ട് എഴുതിയെടുക്കുന്നത് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യം, ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക. കാരണം ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക എന്ന് പറയുന്നതിന്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കൈപ്പിടയിൽ നമ്മൾ എഴുതുന്ന കാര്യം എപ്പോഴും നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. ഒരാൾ പറഞ്ഞു തരുന്നതിനേക്കാളും നമ്മൾ എഴുതിയെടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതുന്ന ഒരു രീതിയിലാണ് നമ്മൾ എഴുതുന്നത്, നമ്മുടെ രീതിയിലാണ് എഴുതുന്നത്. അത് ഇവിടെ എപ്പോൾ നിങ്ങളുടെ എക്സാം ഹാളിൽ ഇരുന്നാൽ ഞാൻ അന്ന് എഴുതി വെച്ച എന്തോ ആണ് എന്ന് നമ്മുടെ ബ്രെയിനിലോട്ട് എന്ത് ചെയ്യും? ഒരു മെസ്സേജ് കിട്ടും.
അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. അതുകൊണ്ടാണ് ലെക്ചർ നോട്ട് എഴുതിയെടുക്കുന്നുള്ളവർക്ക് ലെക്ചർ നോട്ട് എഴുതിയെടുക്കാന്ന് ഞാൻ പറയുന്നത്. അല്ല ഇനി അത് പറ്റത്തില്ല, എനിക്ക് എൻ്റെ പേര് എഴുതി ഞാൻ പഠിച്ചോളാം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഏത് വഴിയായാലും കുഴപ്പമില്ല. നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം. എന്താണ്? നമുക്ക് എന്ത് ചെയ്യുക? നമ്മുടെ ഡിഗ്രി എന്ത് ചെയ്യുക? കൈവശം എടുക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളത് ഇത്രമാത്രം, നന്നായിട്ടൊന്ന് പഠിക്കുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ എല്ലാ ദിവസവും കാണുക. എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഇടുന്നത് അപ്പോൾ തന്നെ എന്ത് കാണുക, കണ്ട് അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം നിങ്ങളുടേതായ രീതിയിൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറോടെ നോക്കുക. എല്ലാ പാഠവും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യും, വർക്ക്ഔട്ട് ചെയ്യാനുള്ള സമയം കൂടെ തരും. അപ്പൊ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എല്ലാ ദിവസവും പഠനം എന്നുള്ളത് അതിൻ്റെതായ രീതിയിൽ തന്നെ നടത്തിക്കൊണ്ട് പോകാം. അതിനൊരു ഉപേക്ഷ വയ്ക്കരുത്. എല്ലാ ദിവസവും പഠിക്കാം. പഠിത്തത്തിന് അങ്ങനെ തന്നെ കണ്ടെത്തുക, അല്ലെങ്കിൽ പഠിക്കാൻ സമയമില്ല, അങ്ങനെയുള്ള ഒരുപാട് എക്സ്ക്യൂസ് നമുക്ക് പറയാം. പക്ഷെ നിങ്ങൾ അതൊന്നും ചെയ്യരുത്. പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം. ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അതുപോലെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഒരു കുട്ടിക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പൊ നിങ്ങളുടെ കമന്റ്സുകളായാലും നിങ്ങൾക്ക് എന്താണ് ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇനി പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് ചെയ്യാം. അപ്പൊ ഒരിക്കൽ കൂടെ പുതിയൊരു വീഡിയോ ക്ലാസ്സുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.